നമസ്കാരം. മാസ്റ്റർ പ്ലാനുമായി CPM നിലമ്പൂരിലും പാലക്കാട് തന്ത്രം പുറത്തെടുക്കാൻ LDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പാളയത്തിൽ നിന്നും നേതാവിനെ കളത്തിലിറക്കും. കോൺഗ്രസ് നേതാവായ ആര്യാടൻ ഷൗക്കത്ത് ഇടത് സ്ഥാനാർത്ഥിയായേക്കുമെന്ന പ്രതീക്ഷയിൽ LDF നീക്കം. നാളെ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വന്നാൽ ഉടൻ തന്നെ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥി ആക്കുന്നതിനുള്ള നടപടികളിലേക്ക് LDF കടക്കുമെന്ന അഭ്യൂഹവും ശക്തമാണ്. വെള്ളിയാഴ്ച ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥി ആക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്നാണ് സൂചന. ഉപതെരഞ്ഞെടുപ്പ് തീയതി വരുന്നതിന് പിന്നാലെ UDF സ്ഥാനാർത്ഥിയായി VS ജോർജിയെ പ്രഖ്യാപിക്കുമെന്നാണ് CPMന്റെ കണക്കൂട്ടൽ. സ്ഥാനാർത്ഥിത്വം ലഭിക്കാതെ വരുന്നതോടെ കോൺഗ്രസിനുള്ളിൽ എതിർപ്പ് ഉയർത്തിക്കൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് പരസ്യമായി രംഗത്ത് വരുമെന്ന് ഉറപ്പാണ്. പാർട്ടിയിലും അണികളിലും തനിക്കുള്ള സ്വാധീനം തെളിയിക്കുന്നതിനായി ആര്യാടൻ ഷൗക്കത്ത് പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ പേരിൽ രൂപീകരിച്ചിരിക്കുന്ന ആര്യാടൻ ഫൗണ്ടേഷന്റെ യോഗം വിളിച്ചു ചേർക്കും. ഈ മാസം 24-നോ 28-നോ ആര്യാടൻ ഫൗണ്ടേഷന്റെ യോഗം വിളിക്കാനാണ് ഷൗക്കത്ത് അനുകൂലികൾക്കിടയിലെ ആലോചന. ആര്യാടൻ ഫൗണ്ടേഷൻ യോഗം ഷൗക്കത്തിന്റെ നിലപാട് പ്രഖ്യാപന വേദിയായി മാറും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള തീരുമാനം ആര്യാടൻ ഷൗക്കത്ത് പ്രഖ്യാപിച്ചാൽ LDF പിന്തുണ നൽകും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ടിക്കറ്റ് ലഭിക്കാതിരുന്ന ഡോക്ടർ P. സരിനെ ഇടത് സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ച അതേ തന്ത്രമാണ് CPM നിലമ്പൂരിലും പയറ്റുന്നത്. മുഖ്യമന്ത്രിക്കും ഓഫീസിനുമെതിരെ കലാപക്കൊടി ഉയർത്തിക്കൊണ്ട് പാർട്ടി കൂടാരം വിട്ടുപോയ PV അൻവറുമായി കൊമ്പുകോർക്കുന്ന ഉപതെരഞ്ഞെടുപ്പായതുകൊണ്ട് ജയിക്കുക എന്നത് CPMന്റെ അഭിമാന പ്രശ്നമാണ്. ജയിക്കാനുള്ള എല്ലാ വഴികളും നേടുന്നതിനിടയിലാണ് സ്ഥാനാർത്ഥിയും സംബന്ധിച്ച് കോൺഗ്രസിലെ ഭിന്നത വെളിപ്പെട്ടത്. ഷൗക്കത്ത് ഇടതു മുന്നണി സ്ഥാനാർത്ഥിയായി വന്നാൽ നല്ല ജയസാധ്യത ഉണ്ടെന്നാണ് CPM നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. കോൺഗ്രസിൽ നിന്ന് അടർത്തി കൊണ്ടുവരുന്നവരല്ലാതെ ഉപതെരഞ്ഞെടുപ്പിൽ അണിനിരത്താൻ പറ്റിയ സ്ഥാനാർത്ഥികളും പാർട്ടിയിലില്ല എന്നും CPMന് ബോധ്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഷൗക്കത്തിനെ തന്നെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കാൻ ആലോചിക്കുന്നത്. പാർട്ടി കൂടാരത്തിൽ നിന്ന് പുറത്തു ചാടിയ PV അൻവർ പാർട്ടിക്കെതിരെ അണിനിരക്കുമ്പോൾ കോൺഗ്രസിൽ നിന്ന് പുറത്തു ചാടുന്ന പാരമ്പര്യമുള്ള നേതാവായ ആര്യാടൻ ഷൗക്കത്തിലൂടെ അതിന് മറുപടി നൽകാമെന്നും CPM കരുതുന്നുണ്ട്. പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുമായുള്ള ഭിന്നതകളും UDFനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന ചില ഗ്രൂപ്പുകളുടെയും എതിർപ്പാണ് ആര്യാടൻ ഷൗക്കത്തിന് കോൺഗ്രസിൽ നിന്ന് സീറ്റ് ലഭിക്കാതിരിക്കാൻ കാരണമെന്നാണ് സൂചന. എന്നാൽ സ്വന്തം തട്ടകമായ നിലമ്പൂരിൽ സീറ്റ് ലഭിച്ചേ തീരൂ എന്ന് ഉറച്ച നിലപാടിലാണ് ആര്യാടൻ ഷൗക്കത്ത്. പ്രാദേശികമായ ഭിന്നതയ്ക്കൊപ്പം ജില്ലയിലെയും സംസ്ഥാനത്തെയും പ്രധാന കോൺഗ്രസ് നേതൃത്വവുമായും ആര്യാടൻ ഷൗക്കത്ത് ഭിന്നതയിലാണ്. മതപരമായ ജീവിതം നയിക്കുന്ന വിശ്വാസി അല്ലെന്നതും ആര്യാടൻ ഷൗക്കത്തിന് സീറ്റ് നിഷേധിക്കപ്പെടാൻ കാരണമായി പറയപ്പെടുന്നു. അന്തരിച്ച മുൻ DCC പ്രസിഡന്റ് VB പ്രകാശിന്റെ കുടുംബവും ആര്യാടൻ ഷൗക്കത്തിനെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കുന്നതിന് എതിരെ കോൺഗ്രസ് നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ട്. പ്രകാശൻ നിലമ്പൂരിൽ മത്സരിച്ചപ്പോൾ തോൽക്കാൻ കാരണം ഷൗക്കത്തിന്റെ നേതൃത്വത്തിലുള്ള എതിർ പ്രവർത്തനമാണെന്നാണ് കുടുംബത്തിന്റെ പരാതി. ഇതെല്ലാം കണക്കിലെടുത്താണ് VS ജോയിയെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കാൻ കോൺഗ്രസ് നേതൃത്വം ധാരണയിലെത്തിയത്. ആര്യാടൻ ഷൗക്കത്ത് പാർട്ടി വിട്ട് ഇടത് സ്ഥാനാർത്ഥിയായി മാറുന്നത് കോൺഗ്രസിന് തിരിച്ചടിയാണ്. എന്തു വന്നാലും പാർട്ടി വിട്ടു പോകില്ലെന്നും അവസാന ശ്വാസം വരെ കോൺഗ്രസുകാരനായി തുടരുമെന്ന ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രസ്താവനയിലാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. അതിനാൽ തന്നെ ഷൗക്കത്ത് ഇടത് നേതൃത്വവുമായി ചർച്ച നടത്തിയെന്ന് കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കുന്നുമില്ല. ഒരു കാരണവശാലും പാർട്ടി വിടില്ലെന്ന സൂചനയാണ് ഷൗക്കത്ത് നൽകുന്നത്. എന്നാൽ ഷൗക്കത്തുമായുള്ള ചർച്ച പൂർത്തിയായെന്ന സൂചനയാണ് ഇടത് കേന്ദ്രങ്ങൾ നൽകുന്നത്.